ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കളക്ടർ ടു ബേസ് ബയസ് ആണ് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഫിക്സഡ് ബയസിങ് ആണ് പഠിച്ചത്. ഫിക്സഡ് ബയസിൽ നമ്മുടെ റെസിസ്റ്റൻസ് ആർ ബി ആൻഡ് ആർ സി ആർ കണക്റ്റഡ് ടു വി സി സി. ഡയറക്റ്റ് ഒരു ഫിക്സഡ് ഡി സി സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഫിഗർ ഫിക്സഡ് ബയസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ആർ ബി എന്ന് പറയുന്ന ബേസ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ കളക്ടർ. നിങ്ങൾക്ക് ഫിഗറിൽ ക്ലിയർ ആണ്. കളക്ടർ ടു ബേസ് ബയസ് എന്നാണ് പറയുന്നത്. കളക്ടർ ടെർമിനൽ സിയിൽ നിന്നും ഫീഡ്ബാക്ക് ചെയ്തിരിക്കുവാണ് റെസിസ്റ്റൻസ് ആർ ബി ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ബയസിങ് എന്തിനാണ്, സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ്. അപ്പം ഫിക്സഡ് ബയസ് ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബയസിങ്. അതിനുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ റണ്ണവേ എന്ന് പറയുന്ന പ്രോബ്ലം അതിന് മാറ്റാൻ പറ്റത്തില്ല. വെച്ചാൽ ഫിക്സഡ് ആണ് അവിടുത്തെ വാല്യൂസ് എല്ലാം. സോ ഐ ബിയുടെ വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ഐ സി ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി ആണ്. സോ അതിൻ്റെ വാല്യൂ ഐ സിയുടെ റൈസ് ഉണ്ടാകുന്നതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല, അത് ഫിക്സഡ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കളക്ടർ ടു ബേസ് ബയസ് ആണ്. അതായത് കളക്ടറും ബേസും കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ റെസിസ്റ്റൻസ് ആർ ബി ആണ്. ഫിക്സഡിൽ നമ്മൾ ആർ ബിയും ആർ സിയും ഡയറക്റ്റ് വി സി സിയിലോട്ടാണ് കണക്റ്റഡ് ആയിരുന്നത്. ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറയും, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് എളുപ്പം. ഇവിടെ വി സി സി ഉണ്ട്, സപ്ലൈ ബയാസിങ് എന്ന് പറയുമ്പം വി സി സി എന്ന് പറയുന്ന ഒരു ഡി സി സപ്ലൈ മാത്രമേ ഉള്ളൂ. ആർ സി എന്ന് പറയുന്ന കളക്ടർ കറണ്ട് ഉണ്ട്. നമുക്കറിയാം കളക്ടറിലേക്കാണ് കറണ്ട് ഐ സി ടു ദ ട്രാൻസിസ്റ്റർ, ഐ ബി ടു ദ ട്രാൻസിസ്റ്റർ, ദെൻ ഐ ഇ ഈസ് ദ സം ഓഫ് ഐ ബി പ്ലസ് ഐ സി. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ട്രാൻസിസ്റ്ററിൽ എമിറ്റർ കറണ്ട് ഐ ഇ ഈസ് ദ സം ഓഫ് ഐ ബി ആൻഡ് ഐ സി. ദെൻ വി സി ഇ എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, വി ബി ഇ എന്ന് പറയുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ്. ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ, ഒരു പി എൻ ജംഗ്ഷന് ഇടയ്ക്കുള്ള കട്ടിൻ വോൾട്ടേജ് ആണ്. സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് 0.7 വോൾട്ട് വി ബി ഇ. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. ഏത് ട്രാൻസിസ്റ്റർ ആണോ അതിനനുസരിച്ച് വി ബി ഇ ഇസ് ഫിക്സ്ഡ് വാല്യൂ. അപ്പം നമുക്ക് ഇനി ഈ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഇതിൻ്റെ ബയാസിങ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ആർ സി എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ സി പ്ലസ് ഐ ബി എന്ന് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയേ. ഐ സി എന്ന് പറയുന്ന കറണ്ട് ഏതാ, കളക്ടറിലേക്കുള്ള കറണ്ടാണ്. ഐ ബി എന്ന് പറയുന്നത് ബേസിലേക്കുള്ള കറണ്ടാണ്. അപ്പം ഈ കളക്ടർ ടെർമിനലിലെ നോഡിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴാണ് നമുക്ക് ആർ സിയിലൂടെ ഉള്ള കറണ്ട് ഐ ബി പ്ലസ് ഐ സി എന്ന് കിട്ടുന്നത്. കെ സി എൽ അറ്റ് ദിസ് നോഡാണ്. അപ്പം ഐ ബി പ്ലസ് ഐ സി എന്ന് കിട്ടും നമുക്ക്. കറണ്ട് മീറ്റിംഗ് അറ്റ് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് ദ പോയിന്റ് ഇക്വൽ ടു 0. അൾജിബ്രായിക് സം ഈസ് സിഗ്മ ഐ ഇക്വൽ ടു 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഐ ബി പ്ലസ് ഐ സി എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യണം. ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ബയാസിങ് എന്ന് പറയുമ്പം നോക്കിക്കേ, ഫസ്റ്റ് ഇൻപുട്ട് ലൂപ്പിൻ്റെ കെ വി എൽ എഴുതാണ്. ഇൻപുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇസ് ഇൻപുട്ട് ആൻഡ് കളക്ടർ എമിറ്റർ ജംഗ്ഷൻ ഇസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ബേസ് എമിറ്റർ ജംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ വി സി സിന്ന് സപ്ലൈ ഫ്ലോ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ വി സി സി മൈനസ് എന്ത് വരും, ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി. അതാണ് കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആർ സി ഇസ് ഐ ബി പ്ലസ് ഐ സി. സോ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി മൈനസ് ഡ്രോപ്പ്. നമ്മൾ ഇൻപുട്ട് സൈഡാണ്, ബേസിലോട്ടാണ് കറണ്ട് ഫ്ലോ ആണ് നോക്കുന്നത്. ദറ്റ് ഇസ് ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് എന്ത് വരും, ബേസ് എമിറ്റർ വോൾട്ടേജ് വരും, മൈനസ് വി ബി എന്ന് വരും. ഫോൾ ഇൻ പൊട്ടൻഷ്യലാണ്. അപ്പം വി സി സി മൈനസ് കറണ്ട് ത്രൂ ആർ സി ഇൻറ്റു ആർ സി മൈനസ് ഐ ബി ഇൻറ്റു ആർ ബി മൈനസ് വി ബി ഇ ഈക്വൽ ടു 0 എന്നാണ് ഫസ്റ്റ് കെ വി എൽ ലൂപ്പ് വരുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ കളക്ടറിലാണ് നമ്മുടെ ബേസ് ആർ ബി കണക്ട് ചെയ്തിരിക്കുന്നത്. കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്കുള്ള പൊട്ടൻഷ്യൽ വി സി ഇ അത് തന്നെയായിരിക്കും എന്ത്, മൈനസ് ഐ ബി ആർ ബി. അതായത് പൊട്ടൻഷ്യൽ എക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ വി സി ഇ എന്ന് പറയുന്നത് തന്നെയാണ് എന്തിൻ്റെ സമ്മായിരിക്കും അത്, ഈ ബേസിൽ നിന്ന് എമിറ്ററിലോട്ടുള്ള വോൾട്ടേജ് വി ബി ഇ പ്ലസ് കളക്ടറിൽ നിന്ന് ബേസിലോട്ടല്ലയോ ആർ ബി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ ബി ഇൻറ്റു ആർ ബി. അതുകൊണ്ടാണ് സെക്കൻഡ് ഇക്വേഷനിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഐ ബി ആർ ബി
പ്ലസ് വി ബി ഇ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വി സി ഫസ്റ്റ് ഇക്വേഷനിലെ വി സിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടുന്ന വി സി ആൻഡ് ഐ സിയുടെ വാല്യൂ ആണ്. വി സിയും ഐ സിയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ക്യൂ പോയിൻ്റ് ഒരു ഔട്ട്പുട്ട് ക്യാരക്കകത്ത് ക്യൂ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബയാസിങ്ങിൽ എന്തിനാണ് ഈ ബയാസിങ് ചെയ്തതെന്ന് ചോദിക്കുക. ഫിക്സഡ് ബയാസ് ചെയ്യുമ്പം നമുക്ക് പാരാമീറ്റേഴ്സ്, റെസിസ്റ്റർ എല്ലാ വാല്യൂസും വി സി സി, വി ബി ഇ എല്ലാ വാല്യൂസും ഫിക്സഡ് ആണ്. നമുക്കവിടെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ തെർമൽ റണ്ണവേ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. കളക്ടറിൽ നിന്ന് ബേസിലേക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതായത് കളക്ടറിൽ നിന്ന് കളക്ടറാണ് ഔട്ട്പുട്ട് തരേണ്ടത്. കളക്ടറിൽ നിന്ന് ബേസിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. കളക്ടർ ടു ബേസ് കണക്ട് ചെയ്തിരിക്കുന്നത് RB വഴിയാണ്. അപ്പം എന്ത് ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടായാലും അത് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട് ബേസ്, അതിനനുസരിച്ച് അവിടെ വേരിയേഷൻ വരും. ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. നമുക്കറിയാം IC എന്ന് പറയുന്നത് എന്താ, ബീറ്റ ടൈംസ് IB ആണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ IC is equal to ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ടൈംസ് ICBO എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ലീക്കേജ് കറണ്ട് കുറവാണെങ്കിൽ IC is equal to ബീറ്റ IB എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇതിനെ നിങ്ങൾക്ക് ഈ ഫിക്സഡ് ബയാസിൻ്റെയോ വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിൻ്റെ മാത്രമേ നിങ്ങൾക്ക് ഡെറിവേഷൻ ആവശ്യമുള്ളൂ. സോ ഇവിടെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതിയിരിക്കുവാണ്. IB is equal to ഈ രണ്ട് KVL ഫസ്റ്റ് 1 and 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആണ് IBയുടെ വാല്യൂ. ദാറ്റ് ഈസ് VCC മൈനസ് VBE ബൈ RB പ്ലസ് 1 പ്ലസ് ബീറ്റ ടൈംസ് RC എന്ന് സോൾവ് ചെയ്ത് കിട്ടും. ഇതായി അത് വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ ആൻഡ് ബീറ്റ വേരിയേഷൻസ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ. ഇവിടെ IBയുടെ വാല്യൂ ഞാൻ രണ്ട് KVL ഫസ്റ്റ് KVL സോൾവ് ചെയ്ത് എഴുതിയിരിക്കുവാണ്. VCC മൈനസ് VBE മൈനസ് ICRC ബൈ RB പ്ലസ് RC എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ദെൻ ഇവിടെ ICക്ക് ബീറ്റ IB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലത്തെ ഇക്വേഷൻ കിട്ടും. ഇവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ പറയാൻ വേണ്ടിയാണ് ഇതെടുത്തത്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ICBO എന്ന് പറയുന്നത് എന്താണ്, ലീക്കേജ് കറണ്ടാണ്. ഡ്യൂ ടു മൈനോറിറ്റി ക്യാരിയേഴ്സാണ്. അപ്പം മൈനോറിറ്റി ക്യാരിയേഴ്സ് എങ്ങനെയാണ് കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായാൽ 2 ടൈംസ് ICBO ഇൻക്രീസ് ആവും. എത്രയാണോ ICBO അത് 2 ടൈംസ് ആവും. ദെൻ ICBO ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും? IC is equal to എന്താ, ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ടൈംസ് ICBO ആണ്. അപ്പോൾ ICBO എന്ന് പറയുന്നത് ഇതുപോലെ ഇരട്ടിയായിട്ട് പോകും. 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ICBO 2 ടൈംസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും? IC ഫർദർ ഇൻക്രീസസ്. IC ഇൻക്രീസ് ചെയ്താൽ വീണ്ടും മൾട്ടിപ്ലൈ ആയി IC ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. IC ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്ന അത് ഹീറ്റപ്പ് ആയി ട്രാൻസിസ്റ്റർ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ, IC ഇൻക്രീസ് ആകുമ്പം നമ്മുടെ IBയുടെ ഇക്വേഷനിലോട്ട് നോക്കിക്കേ. IB എന്ന് പറയുന്നത് എന്താ, ബേസ് കറണ്ട് എന്ന് പറയുന്നത് കളക്ടറിൽ നിന്ന് RBയിലേക്ക് കണക്ഷൻ ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പം കളക്ടറിൽ എന്ത് വേരിയേഷൻ വന്നാലും അത് ബേസിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ICRCയുടെ RC കോൺസ്റ്റൻ്റ് ആണ്. IC ഇൻക്രീസ് ആയതാൽ ICRC ഇൻക്രീസ് ആവും. ICRC ഇൻക്രീസ് ആയാൽ എന്ത് പറ്റും? VCC മൈനസ് ICRC ആണ്. സോ ന്യൂമറേറ്റർ റെഡ്യൂസ് ആവും. ന്യൂമറേറ്റർ കുറയും മീൻസ് എന്താ, IB കുറയും. മനസ്സിലായോ? അപ്പോൾ IB കുറയുകയാണെങ്കിൽ അഗെയിൻ എന്താ, IC is equal to ബീറ്റ ടൈംസ് IB ആണെന്നറിയാം. അപ്പോൾ എന്താ, IB കുറയുന്നതിനനുസരിച്ച് IC കുറയും. മനസ്സിലായോ? അപ്പം ICയിൽ ഇനിഷ്യലി ഉണ്ടായ ഇൻക്രീസിനെ ആ ഫീഡ്ബാക്ക് കാരണം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുവാണ്. ഇറ്റ് വിൽ കൗണ്ടറാക്ട് വിത്ത് ഇനിഷ്യൽ റൈസ് ഓഫ് IC. ആ കളക്ടർ കറണ്ട് ഇനിഷ്യലി ഇൻക്രീസ് ചെയ്യുന്നതിനെ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ബേസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് പറ്റുന്നത്, അവിടെ തെർമൽ റണ്ണവേ ഒഴിവാക്കി ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചത് മാറുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ വേരിയേഷന് ഡിപ്പെൻഡൻ്റ് അല്ലാതാവും. അതുകൊണ്ടാണ് ഫിക്സഡ് ബയാസിൽ നിന്ന് കളക്ടർ ബയാസ് എന്ന് പറയുന്ന ഒരു മോഡേൺ സാധനത്തിലൊക്കെ വന്നത്. അടുത്തെന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ബീറ്റ ആണ്. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്ററാണ് ബീറ്റ. ഒരു പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ വാങ്ങിച്ചാൽ അതിന് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബീറ്റ കാണും. ഓരോ ട്രാൻസിസ്റ്ററിനും എന്തായാലും ചെറിയ വേരിയേഷൻസ് ബീറ്റയിൽ കാണും, ഐഡൻറ്റിക്കൽ ആണെന്ന് പറഞ്ഞാലും. അപ്പം ബീറ്റ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് ക്യൂ പോയിൻ്റ് സ്റ്റെബിലൈസേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം IC is equal to ബീറ്റ ടൈംസ് IB ആണ്. ദെൻ IC equal to ബീറ്റ ഇൻറ്റു നമ്മുടെ IBയുടെ എക്സ്പ്രഷനാണിത്.
ഓൾറെഡി ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് KVL ഓഫ് ദ ഇൻപുട്ട് സൈഡ് എഴുതിയിട്ട് അതിൽ നിന്നാണ് IB എഴുതിയിരിക്കുന്നത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 + ബീറ്റ എന്നുള്ള വെച്ചാൽ അതായത് IC ബീറ്റ IB എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനകത്ത് ബീറ്റയുടെ വാല്യൂസ് വരുന്ന ആ ഒരു ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിപ്പെൻസ് എങ്ങനെയാണ് ബീറ്റയ്ക്കനുസരിച്ച് വേരിയേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് മാത്രം എഴുതിയിരിക്കുന്നത്. ഇഫ് RB ഈസ് വെരി മച്ച് ലെസ് ദാൻ ബീറ്റ ടൈംസ് RC, ബീറ്റയുടെ വാല്യൂ ഹൈ ആയിരിക്കും. അപ്പോൾ 1 + ബീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, ബീറ്റയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ബീറ്റയുടെ വാല്യൂ വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് എപ്പോഴും. സോ 1 + ബീറ്റ എന്ന് പറഞ്ഞാലും ബീറ്റ എന്നുള്ള എഫക്റ്റേ ഉള്ളൂ. സോ RB ഈസ് വെരി മച്ച് ലെസ് ദാൻ ബീറ്റ RC. പക്ഷേ ബീറ്റ ഇൻറ്റു ടൈംസ് ഓഫ് RC ആയിരിക്കും ഹയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് RB ഒഴിവാക്കാം. ഈ ഡിനോമിനേറ്റർ ICD ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ഒഴിവാക്കിയാൽ എന്താ വരും, ബീറ്റ ഇൻറ്റു VCC - VBE ബൈ ബീറ്റ ടൈംസ് RC എന്ന് വരും. അപ്പം ബീറ്റ രണ്ടും ക്യാൻസൽ ആവും. IC ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ബീറ്റ. ദാറ്റ് ഈസ് IC = VCC - VBE ബൈ RC എന്ന് കിട്ടും. അവിടെ എല്ലാ വാല്യൂസും കോൺസ്റ്റൻ്റ് ആണ്. VBE ഈസ് 0.74 സിലിക്കൺ. VCC നമ്മൾ എത്ര ഫിക്സ് ചെയ്യുന്ന എത്രയാവും. RC എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എത്ര കിലോംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ IC ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. അങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. അതാണ് ഇവിടെ സമ്മറൈസ് ചെയ്തിരിക്കുന്ന കളക്ടർ ബേസ് ബയാസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ സ്റ്റെബിലൈസേഷൻ കമ്പയർഡ് ടു ഫിക്സഡ് ബയാസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ ഇൻപുട്ടിൽ. നമുക്കറിയാം ഗെയിൻ ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറയാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് വെച്ചേക്കുന്ന കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബീറ്റയായിട്ട് എങ്ങനെയാണ്, അതാണ് ബയാസ് സ്റ്റെബിലൈസേഷൻ. IC എന്ന് പറയുന്നത് VCC - VBE ബൈ RC ആയിട്ട് കിട്ടും. അതുപോലെ ഇൻപുട്ട് ടെമ്പറേച്ചർ തെർമൽ റണ്ണവേയിലോട്ട് പോകാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ബയാസിങ് അടുത്ത ക്ലാസ്സിൽ.